എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ സ്പെഷ്യൽ അയിലമീൻ മസാലയാണ് കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്നും മീൻ വറുത്തതും മീൻ കറിയൊക്കെ അല്ല, ഇന്നൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാവട്ടെ പറഞ്ഞിട്ട് അയിലമീൻ മസാലയാണ് കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഒരു ദിവസം ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും നല്ല ടേസ്റ്റാണ്. കുറച്ച് ചൂടായ ഓയിലിൽ ഉലുവയും കടുക് ഇട്ട് കൊടുക്കുക. അത് നല്ല പൊരിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുക. അത് നല്ലൊന്ന് മിക്സ് ആക്കാം. അതിൻ്റെ ശേഷം ചതച്ച് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. അത് നല്ലൊന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ മസാലകൾ ഇട്ട് കൊടുക്കാം. മുളകും പൊടി, കശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവർക്ക് അതൊന്ന് മിക്സ് ചെയ്യാം. അത് നല്ലൊന്ന് മിക്സ് ആവട്ടെ. നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി. അത് നല്ലൊന്ന് മിക്സ് ആയതിൻ്റെ ശേഷം നമുക്ക് കലക്കി വെച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറിയതിൻ്റെ ശേഷം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല തിളച്ച് വന്നതിൻ്റെ ശേഷം നല്ല തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് അതിൽ മീൻ വെച്ച് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. അയിലമീൻ മസാല അടച്ചു വെക്കാം. കുറച്ച് വേവട്ടെ. അടി പിടിക്കുന്നതൊന്നും നോക്കണ്ടേ. മെല്ലെ ഇളക്കി നോക്കാം. ജാസ്തി ഇളക്കണ്ട, മെല്ലെ ഇളക്കിയാൽ മതി. അടച്ചു വെക്കാം. തുറന്ന് നോക്കാം. ചൂടാറുമ്പോൾ ഇനി നല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റും. അതിൻ്റെ ചാറ ഉണ്ടാവില്ല, ആ ചാറൊക്കെ നല്ല വറ്റും. നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. നല്ല ഇങ്ങനെ ഓരോന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല തിരിച്ചിട്ട് കൊടുക്കുക. ഓരോന്നിലും പൊടിയുള്ളൂ. എന്നിട്ട് നമ്മൾ അയിലമീൻ മസാല നല്ല ടേസ്റ്റാണ്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ചൂടാറുമ്പോൾ ഇനി ചാറൊക്കെ വറ്റും. അയിലമീൻ മസാല റെഡി ആയിട്ടോ.